മന്ദാരച്ചേരില്ലേ? മന്ദാരച്ചേലയുടെ ഞാൻ കുറെ നാളായി ഒരു ഇത്രയും ഇന്റിമേറ്റ് ആയിട്ടൊരു ലവ് സീനൊക്കെ ഉള്ളൊരു ആൽബത്തിൽ ആൽബം ചെയ്തത്. ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും. ആഹാ. ഇതൊരു വൻ ചർച്ചയാവാൻ ചാൻസ് ഉണ്ട് ആ, ഇതിന്റെ റിലീസിന് ശേഷം. അതെ അതെ. എന്താണ് ശരിക്കും മന്ദാരച്ചേരി? മന്ദാരച്ചേരി എന്ന് പറയുമ്പം നല്ല റൊമാൻറ്റിക് ആണ്. അതായത് റൊമാൻറ്റിക് എന്ന് പറയുമ്പം നമ്മളിപ്പം എന്താ പറയാ, കൈ പിടിക്കാതെ ഹഗ് ചെയ്യാതൊന്നും പൂർണ്ണ റൊമാൻറ്റിക് എവിടെ ഉണ്ടാവില്ല. ഉണ്ടോ? ഇല്ലില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സിനിമയിൽ ഇപ്പോൾ ആര് ചെയ്യുകയാണെങ്കിലും, ഏതൊരു വലിയ സിനിമാ നടൻ ചെയ്യുകയാണെങ്കിലും സിനിമാ നടി ചെയ്യുകയാണെങ്കിലും ചെയ്യാറുണ്ട്. റൊമാൻറ്റിക് അല്ലേ? അതേപോലത്തെ സംഗതികൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്തു. ഏത് ഈ ആൽബത്തിൻ്റെ അകത്ത് അത്രയും വേറെ വ്യത്യാസമൊന്നുമില്ല. സിനിമകളിൽ ചെയ്യുമ്പം അത് പാടും, ആൽബം ചെയ്യുമ്പം അല്ലെങ്കിൽ റീൽ ചെയ്യുമ്പോൾ അത് പാടില്ല. അങ്ങനെ രണ്ട് തരത്തിൽ ചിന്താഗതി എനിക്കില്ല. അഭിനയം തന്നെ എവിടെയാണെങ്കിലും, റീലാണെങ്കിലും അല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന റീലല്ലേ? തീർച്ചയായും. സിനിമേനേക്കാൾ കൂടുതൽ കാണുന്ന റീലല്ലേ? ആ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണോ സിനിമയെ കൊടുക്കാൻ പറ്റുന്നത് അതേപോലെ റീൽസിൽ കൊടുക്കുന്നു, ആൽബത്തിൽ കൊടുക്കുന്നു. ആ വ്യത്യാസം. അപ്പൊ മന്ദാരച്ചേല ഇറങ്ങി കഴിയുമ്പം രേണു ചേച്ചി പറഞ്ഞതുപോലെ ഇതൊരു വിവാദമാവാൻ ചാൻസ് ഉണ്ടെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മൾ കുറെ വിവാദങ്ങൾ കണ്ട ആളല്ലേ, ഒരു വിവാദമാവട്ടെ. എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയണം, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ പുതിയ ആൽബത്തിന് ഒരു പുഷ് ആയിക്കോളൂ എന്ന്. ആണല്ലേ? അപ്പോ അങ്ങനെ ഒരു നെഗറ്റീവ് മനഃപൂർവ്വമാണോ? അങ്ങനൊന്നുമില്ല. ആ പാട്ടിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ അതിലൊരുക്കി എന്നല്ലാതെ അത് മനഃപൂർവ്വം ഒന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ റീല് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പറഞ്ഞ് പാട്ട് സെലക്ട് ചെയ്തത്. ഇത് അങ്ങനെയല്ല. പാട്ട് രണ്ട് കൂട്ടരും ആൽബത്തിൽ കേട്ടതിന് ശേഷമാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും മൊത്തത്തിൽ അത് തന്നെ ഉണ്ട്. നിങ്ങളുടെ ആൽബം വരുന്നുണ്ട്, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രശ്നങ്ങൾ നോക്കാതല്ലേ? ഓക്കെ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളുടെ ആ വീട്ടിലേക്ക് വന്നിട്ടുള്ള വീഡിയോസിനകത്തും താഴെ കുറച്ച് പേജിന്റെ താഴെ കമന്റുകളുണ്ട്, ഇവരൊന്നായോ വീണ്ടും, ഇവരുടെ വഴക്ക് തീർന്നോ എന്നുള്ള. ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടെ വഴക്കിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ട്, എനിക്കറിയാം. ഞങ്ങളിപ്പോ നല്ല സുഹൃത്തുക്കൾ. ഞങ്ങളതിന് രേണു ബിഗ് ബോസ് വന്ന ശേഷം ഞങ്ങളൊരു മാറ്റം തന്നെ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. റൊമാൻറ്റിക് ഷോർട്ട് ഫിലിം ഒന്നല്ല. അതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഈ ആൽബത്തിൽ ഒന്നിച്ചു ചേരുന്നത്.